നമ്മൾ എല്ലാ ദിവസവും ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കേൾക്കുന്നവരാണ്. സാക്ഷ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രാക്ടിക്കൽ ഗോസ്പലുണ്ട്, പ്രായോഗിക സുവിശേഷം. അത് സുവിശേഷമാണ്, അനുഭവ സുവിശേഷമെന്ന് പറയും. ഒരു വ്യക്തിയുടെ അനുഭവ സുവിശേഷം ഭയങ്കര ആൾക്കാരെ നിൽക്കാൻ ഭയങ്കര രസമാണ്. കാര്യം ജനങ്ങളിങ്ങനെ മാറി മാറി വന്ന് എല്ലാ ദിവസവും വ്യത്യസ്തങ്ങളായ ദൈവാനുഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആധുനിക കാലം മുമ്പത്തേക്കാൾ ജീവിതം സങ്കീർണമായിട്ടുണ്ട്. ശരിക്കും പണ്ട് നമുക്ക് ജീവിച്ച അത്രയും കാര്യങ്ങൾ പോരാ, അതിനേക്കാൾ ഒത്തിരിയേറെ വ്യത്യസ്തമായ ഫീൽഡിലാണ് ജീവിതം മനുഷ്യൻ ജീവിച്ചത് കൂട്ടണത്. അതുകൊണ്ട് തന്നെ പുതിയ സാഹചര്യങ്ങളിലൂടെ മനുഷ്യൻ കടന്നു പോകുമ്പോൾ അവന് എങ്ങനെയാണ് ഈ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ദൈവത്തെ അനുഭവവേദ്യമാക്കുന്നതെന്ന് ഉടമ്പടി നമുക്ക് പറഞ്ഞു തരും. എനിക്ക് തോന്നുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും സങ്കീർണമായ ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരു വിശ്വാസത്തിൻ്റെ നിലവാരം മാറ്റിയിട്ട് ഒരു സ്പെക്കുലേറ്റീവ് എക്സ്പീരിയൻസിൻ്റെ ലെവലിൽ നിന്ന് മാറിയിട്ട് ഒരു ടാഞ്ചിബിൾ എക്സ്പീരിയൻസിലേക്ക് ഉടമ്പടി നമ്മളെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നമ്മളെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു സ്പർശ്യമായ വിശ്വാസത്തിൻ്റെ സ്പർശ്യ തലങ്ങൾ മുമ്പത്തേക്കാൾ വ്യക്തമാണ്. ശ്രുതികട ഹല്ലേലൂയ. യേശുവിനെ ആൾക്കാരെ നിൽക്കുമ്പോൾ മനുഷ്യർ പറയുന്ന ദൈവാനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന വേറിട്ടൊരു സത്യമുണ്ട്. അതായത് ദൈവത്തെ അനുഭവിക്കാൻ ക്രിസ്ത്യാനി ആകണമെന്നൊരു നിർബന്ധവുമില്ലെന്നാ. ഞാൻ എങ്ങനെയാണ് പഠിച്ചത്? ദൈവത്തെ അനുഭവിക്കാൻ, അതായത് ഈ ദിവസങ്ങളിൽ കേൾക്കണ ഓരോ സാക്ഷ്യങ്ങൾ കേട്ടാൽ മനസ്സിലാവും. അതായത് ക്രൈസ്റ്റ് ഹോണറായിട്ടുള്ള ആർക്കും ദൈവത്തെ സൈദ്ധാന്തിക നിലവാരങ്ങളിൽ നിന്ന് വളരെ സ്പർശ്യമായ രീതിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾക്കുണ്ടാകേണ്ട ഒരു ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്തു അനുഭവത്തെ സംരംഭമാക്കാൻ നിങ്ങൾക്കുണ്ടാകേണ്ട മൂലധനമെന്ന് പറയുന്നത് ദൈവസ്നേഹം മാത്രമാണ്, ക്രിസ്തുവിനോടുള്ള സ്നേഹം മാത്രമാണ്. നിങ്ങൾക്ക് ക്രിസ്തുവിനോട് ഒരു സ്നേഹം തോന്നിയാൽ എപ്പോഴും ഓർക്കേണ്ട കാര്യം അത് ദൈവം തോന്നിക്കുന്നതാണ്, അത് ദൈവവിളിയാണ്. ദൈവവിളി ഞങ്ങൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് ദൈവം വിളിക്കാൻ പറ്റത്തില്ല. വിളിക്കാൻ പറ്റുമോ? ദൈവത്തിന് തോന്നണം നിങ്ങൾ ആകർഷിക്കാൻ പറ്റിയ ആൾക്കാരാണെന്ന്. ഞങ്ങൾ ഇൻസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ട് ദൈവം നിങ്ങളെ വിളിക്കണമെന്ന് ഒരു ബന്ധമില്ല. ഇപ്പം എനിക്ക് ദൈവം വിളിയിട്ട് പൗരോഹിത്യത്തിന് എന്താ കാര്യം? ദൈവത്തെ തോന്നി എന്നെ വിളിക്കണം നല്ലതായിരിക്കുമെന്ന്. അപ്പോൾ വിളിക്കാനുള്ളൊരു കണ്ടൻറ്റ് വൈസ് ആണ് നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നിങ്ങളെ വിളിക്കാൻ പറ്റിയൊരു കണ്ടൻറ്റ് നിങ്ങളിലുണ്ടാകണം. എങ്ങനെയാണെങ്കിൽ ആരുടെയും ഒരു സപ്പോർട്ടില്ലാതെ ദൈവം നിങ്ങളെ വിളിക്കും. ദൈവം ആദ്യം ഒരു വ്യക്തിയെ വിളിക്കണത് വിശ്വാസത്തിലേക്കാണ് വിളിക്കണത്, പിന്നെയാണ് ബാക്കിയെല്ലാം ചേർത്ത് നൽകണത്. കൈയിടിച്ച് കർത്താവേ ഹല്ലേലൂയ. പിന്നെ നമുക്ക് മനസ്സിലായി സാക്ഷികൾ നമ്മളെ പഠിപ്പിക്കുന്ന അനുഭവ പാഠങ്ങളെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ നിരീക്ഷണത്തിന് വെക്കുന്നത്. സാക്ഷ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന അനുഭവ പാഠങ്ങളിൽ ഒന്നാമത്തത് ഞാൻ പറഞ്ഞു. രണ്ടാമത്തത് ഈ ദൈവത്തിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ. നമുക്കറിയാമല്ലോ ഉടമ്പടി എന്തുകൊണ്ടാണ് മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത്. അതിൻ്റെ കണ്ടൻറ്റ് ബേസ് അതിൻ്റെ പ്രസൻസ് കാരണം. മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്ന് ഉടമ്പടി എങ്ങനെയാണ് നമ്മളെ വ്യത്യസ്തമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ കണ്ടൻറ്റ് വൈസ് റിച്ചാണ്. ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം, പ്രസൻസ് ഓഫ് ഗോഡ്. നമ്മൾ ഉടമ്പടിയിൽ ഒത്തിരിയേറെ ഉടമ്പടിയുടെ മാത്രം തനത് കൃപകൾ ഒത്തിരിയുണ്ട്. നോട്ട് ബൈ മെറിറ്റ് ഒരു കൃപയാണ്, ബട്ട് ബൈ ഗ്രേസ്. ഇപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് നമ്മൾ പറയത്തില്ലേ? അത് നമ്മുടെ
നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. ഇത് ആണൊരു ഇൻ്റർനാഷണൽ പ്രിൻസിപ്പിൾ എന്ന് പറയണത്. കാര്യം ഇന്ന് വരെ നമ്മൾ കേട്ട സാക്ഷികൾ നോക്കുമ്പോൾ ഒരു 90% മനുഷ്യർക്ക് മെറിറ്റില്ല. 90% മനുഷ്യർക്ക് മെറിറ്റില്ല. അവരുദ്ദേശിക്കുന്ന കാര്യത്തിൽ മെറിറ്റില്ല. വേറെ ചില കാര്യങ്ങൾക്ക് അവർക്ക് മെറിറ്റ് ഉണ്ടാകും. പക്ഷെ അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഉള്ള വിഷയങ്ങളുടെ മേൽ ചിലപ്പോൾ നമുക്ക് 0 മെറിറ്റാകും. അപ്പോൾ 90% പേർക്കും അവരുടെ പെർട്ടിക്കുലർ ജീവിത ലക്ഷ്യങ്ങൾക്ക് അവർക്ക് യോഗ്യത ഇല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ബൈബിൾ തരുന്നത് എന്താണ്? ബട്ട് ബൈ ഗ്രേസ്, കൃപ കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് ബട്ട് ബൈ പ്രസൻസ് എന്ന് എൻ്റെ അർത്ഥം. അതാണ് ഇവിടെ വിഷയം. ഇത് വളരെ ടെക്നിക്കലായിട്ട് മനസ്സിലാക്കേണ്ട സംഭവമാണ്. നോട്ട് ബൈ മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫെസ്യസ് 2:8 ഒന്ന് വായിച്ച് ശ്രുതികട ഹല്ലേലൂയ. എഫെസ്യസ് 2:8 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മൾ നേടിയെടുത്തതുണ്ട്, ദൈവത്തിൻ്റെ ദാനമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു ജീവിത വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ വേണ്ടി സഹായിക്കുന്ന 2 ഘടകങ്ങളാണ്. ഒന്നെന്താണ്? നമ്മൾ നേടിയെടുത്തത്. നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ നേടിയെടുക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യം നമ്മൾ നേടിയെടുക്കാവുന്നതാണ്. നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ നേടിയെടുക്കാവുന്നതാണ്. ഇതെല്ലാം ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായാലും, ഇനി വിദ്യാഭ്യാസം ഉണ്ടായാലും, ആരോഗ്യം ഉണ്ടായാലും നമ്മൾക്ക് അതിനെല്ലാം മെറിറ്റ് എന്നാണ് പറയണത്. പക്ഷേ കോമ്പറ്റീറ്റീവ് ലെവലിൽ നോക്കുമ്പോൾ അതേ റാങ്കിലുള്ള അനേകം പേരുണ്ടാവുകയും അതേസമയം തന്നെ ലഭ്യമായിട്ടുള്ള സാധ്യത വരെ ചുരുക്കമാകുകയും ചെയ്യുമ്പോൾ അവിടെ മെറിറ്റ് വർക്ക് ചെയ്യത്തില്ല. പിന്നെ എന്താ വർക്ക് ചെയ്യണത്? പിന്നെ എന്താ വർക്ക് ചെയ്യണമെന്ന് ഒരു പുസ്തകവും പറയണില്ല. ബൈബിൾ പറയും എന്താണ്? ബട്ട് ബൈ ഗ്രേസ്. ഈ ഗ്രേസ് ടാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി എന്ന ഫോർമുല ഉപയോഗിക്കുന്നത്. കാര്യം പക്ഷെ നമ്മൾ കണ്ടു, ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും നല്ല സാക്ഷ്യം നമ്മൾ ഇങ്ങനെ ഓഡിയോ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ കേട്ടാലും മുതലാകാത്ത ഒരു സാക്ഷ്യമുണ്ട്. രാജീവ് സദാനന്ദൻ്റെ സാക്ഷ്യമാണ്, ശിവാനന്ദൻ്റെ. അതിങ്ങനെ കേട്ടാലും ഭയങ്കര കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണത്. ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ വേ ഓഫ് പ്രസൻറ്റേഷൻ, അദ്ദേഹം അങ്ങനെ ആസ്വദിച്ച് മധുരിതമായിട്ടാണ് പറയേണ്ടത്. നിങ്ങൾ ആ സാക്ഷ്യം വീണ്ടും കേൾക്കണം. ഇപ്പോൾ 1,32,000 പേര് അത് കേട്ടിട്ടുണ്ട്. രാജീവ് സദാനന്ദൻ്റെ ശിവാനന്ദൻ്റെ മേൽ. അപ്പം അത് ആ മനുഷ്യനെ അങ്ങനെ ആസ്വദിച്ചാണ് പറയണത്. പലരും പേടിച്ചല്ലേ പറയണത്, അല്ലേ? വല്ലപാട് ഇവിടെ നിന്നിട്ട് ഇറങ്ങിപ്പോയാൽ മതി. ആരെങ്കിലും കേൾക്കുക, നാട്ടുകാരെ കേൾക്കുക, എൻ്റെ വീട്ടുകാർ കേൾക്കുക, അതിനെക്കുറിച്ച് എന്ത് വിചാരിക്കും? ഇങ്ങനെ കുറേ ദൈവത്തിന് പ്രയോജനമില്ലാത്ത കുറേ വേസ്റ്റായിട്ടുള്ള ചിന്തകളുമായിട്ടാണ് കയറണത്. അതിനൊന്നും അഭിഷേകം ഉണ്ടാകത്തില്ല. ഇതിന് അഭിഷേകമുണ്ട് നല്ല. അതൊക്കെ ക്ലീനായിട്ട് പറയാം. എനിക്ക് ഡിവൈഡ് ഓഫ് കവനൻ്റ്, അദ്ദേഹം ഒരു സേഫ്റ്റി ഓഫീസറാണ്, സേഫ്റ്റി ഓഫീസർ കമാൻഡറാണ്, മർച്ചൻ്റ് നേവിയിലെ സേഫ്റ്റി ഓഫീസർ കമാൻഡറാണ്, എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തിന് പറയണത്, എനിക്ക് ക്രിസ്തുവിനെ പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ക്ഷേത്രങ്ങളൊക്കെ പോണ ആളാണ്, ക്ഷേത്രപൂജയുള്ള ആളാണ്, പക്ഷേ എനിക്ക് ക്രിസ്തുവിന് ഇഷ്ടമായിരുന്നു. അതിൻ്റെ കാരണം അദ്ദേഹം പറയണത്, ക്രിസ്തുവിൻ്റെ കുരിശുരൂപം എന്നെ വല്ലാണ്ടിങ്ങനെ ആകർഷിച്ചിട്ടുണ്ട്. ആകർഷിക്കാൻ കാരണം ക്രിസ്തു ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ട് പോലും മനുഷ്യന്മാരുടെ തെറ്റുകളെ പ്രതി സ്വയം പീഡനങ്ങളേറ്റ് ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടില്ലേ? കുരിശുരൂപത്തിട്ട് നോക്കുമ്പോൾ എനിക്ക് ആ ദേവനോട് വല്ലാത്ത കൊതി തോന്നും. അപ്പോൾ എൻ്റെ നല്ല ഭാഷ ഉപയോഗിച്ചിരിക്കണത്. അദ്ദേഹം ഈ യമനിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് കപ്പലിൽ പോകുന്ന ഒരു വലിയ അനുഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് കേൾക്കാൻ. അപ്പോൾ അദ്ദേഹം ഞാനിങ്ങനെ കപ്പലിൽ ഏകാന്തമായി പോകും, കര കാണത്തില്ലല്ലോ. ഇപ്പം കടൽ മാത്രം പരന്ന് കിടക്കുന്ന നിതാന്തമായ വെള്ളത്തിൽ പിന്നെ മോളിൽ മേഘം മാത്രമേ ഉണ്ട്. അപ്പം മേഘത്തെ നോക്കി ഞാനിങ്ങനെ എപ്പോഴും ക്രിസ്തുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കാം. ഞാൻ സംസാരിക്കുന്നത് ക്രിസ്തുവിനോടാണ്. എൻ്റെ കൂടെ ആരും ഉണ്ടാകത്തില്ല. കപ്പലിലെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട്
ഞാൻ ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ എപ്പോഴും അപ്പോൾ എനിക്ക് തോന്നി ഇനി എനിക്ക് വല്ല സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ഞാൻ എന്നെ തന്നെ കുറിച്ച് ഓർക്കും. കാര്യം ഞാൻ വല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു, മേഘത്തേക്ക് നോക്കി. പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ദൈവസ്നേഹമുണ്ടെന്ന്. അപ്പോൾ പെട്ടെന്ന് അപ്പോൾ അത്രയും അയാൾ ഉടമ്പടി അപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉടമ്പടി എടുത്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉടമ്പടി എടുത്തതിൻ്റെ വൈബ് അനുസരിച്ചുള്ള ഒരു ദൈവസ്നേഹമുണ്ട്. അപ്പോൾ ഈ ദൈവസ്നേഹം ശരിക്കും വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ യമനിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്ന മൺസൂൺ സീസൺ. ഞാൻ ആ സാക്ഷ്യത്തിൻ്റെ എ പാർട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ബി പാർട്ടാണ് പറയാൻ പോണത്. എ പാർട്ട് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ബി പാർട്ടിൽ ഈ ഭയങ്കരമായ ചക്രവാത ചുഴിയിൽ ഈ കപ്പൽ പെട്ടുപോകും. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പെട്ടുപോകുമ്പോൾ ഈ മനുഷ്യൻ പറയുന്ന വാക്കുണ്ട്. അതായത് മുഴുവനും കപ്പൽ മുങ്ങി മുഴുവനും ഇരുട്ട് വ്യാപിക്കുമ്പോൾ പറയും, നാഥ ഞാൻ പോകുന്നെന്ന് പറയും. കണ്ണീരോടെ പറയും. കാര്യം മരിച്ചു പോകുന്നറിയാം. കാര്യം ചക്രവാത ഭയങ്കര കാറ്റും മല പോലെയുള്ള കടലിനകത്ത് പെട്ടുപോയി കപ്പലെ. പക്ഷെ നാഥ എന്ന് വിളിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അടുത്ത ഒരു തിര വന്നാൽ മാത്രമേ ഇവർക്കൊന്നും ചെയ്യാനില്ല. വേറെ ഒരു തിര അടിച്ചു തല്ലിയ തിര എതിരെ തരിച്ച് കളഞ്ഞ കപ്പലിനെ എതിരെ വന്ന് വേറെ ഒരു തിര ഈ വശത്തോട് വന്നാൽ മാത്രമേ കപ്പൽ പൊങ്ങത്തുള്ളൂ. അപ്പോൾ നാഥ എന്ന് വിളിച്ച ഉടനെ തന്നെ ഈ മനുഷ്യൻ ഈ തിര എതിരെ വന്നിട്ട് കപ്പലെ നേരെ നിർത്തുമ്പോൾ ഇയാൾ ആകാശം കാണും. ഇത് ഇയാൾ വിറച്ചു പോയി ബൈബിളെടുത്ത് നോക്കും. അപ്പോൾ ആ കൂട്ടുകാരനൊരു ബൈബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ബൈബിൾ നമ്മളെ ഈശോയുമായിട്ടൊരു പ്രൈവറ്റ് റിലേഷനിൽ വന്നാൽ ബൈബിള് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ കൂട്ടുകാരൻ എനിക്ക് ആ ബൈബിൾ തരുമ്പോൾ എനിക്ക് അതിനകത്ത് വാക്കുകളൊന്നും മനസ്സിലായില്ല. എനിക്ക് വാക്കുകളൊന്നും മനസ്സിലായി. അപ്പോൾ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു എനിക്കിതിൻ്റെ വാക്കൊന്നും മനസ്സിലാവണില്ല, എൻ്റെ സെൻറ്റൻസൊന്നും എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു നീ സങ്കീർത്തനം വായിച്ചാൽ മതി, അത് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മരണത്തിൽ നിന്നിങ്ങനെ ജീവിതം വലിച്ചൂരിയെടുത്ത് ഞാൻ രക്ഷപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഉടനെ ക്യാബിലേക്ക് ഓടിപ്പോയിട്ട് ഞാൻ ബൈബിൾ തുറന്നപ്പോഴേ എനിക്ക് കിട്ടിയ വചനം, അതായത് അത്യുന്നതൻ തൻ്റെ കൈകൾ നീട്ടി പെരുവെള്ളത്തിൽ നിന്ന് നിന്നെ രക്ഷിച്ചിരിക്കണമെന്നാണ്. ശ്രുതികട ഹല്ലേലൂയ. പതിനെട്ടാം സങ്കീർത്തനം 16-ാം തിരുവചനം. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. സങ്കീർത്തനം 18-16 പറഞ്ഞ ഉന്നതങ്ങളിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. ഈ മനുഷ്യന് ബൈബിൾ അറിയത്തില്ലേ? കൂട്ടുകാരൻ കൊടുത്ത ബൈബിളാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങേർക്ക് ഈശോയുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇടയ്ക്കിടയ്ക്ക് ഒറ്റക്കാകുമ്പോൾ കർത്താവുമായിട്ട് സംസാരിക്കുമെന്ന്. അതുകൊണ്ടാണ് കപ്പൽ മുങ്ങാൻ നേരത്തെ നാഥ ഞാൻ പോകുന്നെന്ന് പറഞ്ഞത്. അപ്പം തന്നെ എതിർ തിര വന്നിട്ട് ഈ മനുഷ്യൻ്റെ കപ്പൽ നേരെ നിർത്തിയിട്ട് 23 പേരെയും ദൈവം രക്ഷിക്കും. ഇങ്ങേരെ പ്രതിയാണ് രക്ഷിക്കണേ. ഇങ്ങേരെ പ്രതി 23 പേരെയും രക്ഷിക്കും. അതാണ് ഒരു വീട്ടിലൊരു വിശ്വാസി ഉണ്ടെങ്കിൽ, ക്രിസ്തുവുമായിട്ട് ബന്ധമുള്ള ഒരാൾ മതി ഒരു വീട്ടിലെ, ആ കുടുംബത്തെ ദൈവം രക്ഷിക്കും. ആ പ്രതി ശ്രുതികട ഹല്ലേലൂയ. ഇത് കണ്ടില്ലേ? ഈ സമയത്ത് ഈശോ പ്രൈവറ്റായിട്ട് സ്വകാര്യമായിട്ട് ഈ മനുഷ്യനോട് എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ട് പറയുകയാണ്. ഈ മനുഷ്യൻ ഉടമ്പടി എടുത്തിട്ടില്ല. പക്ഷേ ഇയാൾക്ക് എന്താ ഉള്ളത്? ദൈവമായിട്ട് നല്ല സ്നേഹബന്ധം ഉണ്ട്. ദൈവമായിട്ട് നല്ല സ്നേഹബന്ധമുണ്ട്. ഈ നല്ല ദൈവസ്നേഹ ബന്ധമുള്ളവരെ പിന്നെ എന്താ ദൈവം അടുത്ത നടപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ കൂടുതൽ ദൈവത്തെ നമുക്കറിയാമല്ലോ, ഇത് അളന്നാലും തീരാത്ത. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ,
150ഓളോ 53ഓളോ സങ്കീർത്തനങ്ങളുണ്ട്. 153 സങ്കീർത്തനങ്ങളുണ്ട്. അതിന് തന്നെ ഒരു 10-ൽ കൂടുതൽ വചനങ്ങൾ അല്ല, 119 സങ്കീർത്തനം 119 വചനങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ ആയിരക്കണക്കിന് വചനങ്ങളിൽ നിന്ന്, ആ സങ്കീർത്തനങ്ങളിൽ നിന്ന് അപ്പം സംഭവിച്ച കാര്യം, അതാണ് വിഷയം. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അത് ആ മനുഷ്യനോട് ബൈബിളിലൂടെ കർത്താവ് നേരിട്ട് സംസാരിക്കുകയാണ്. ഇത് അത്ഭുതമാണ്. കാര്യം ഈശോയുമായി ബന്ധപ്പെട്ട എല്ലാം നമ്മളിവിടെ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് പറയണില്ലേ? അത്ഭുതങ്ങളെന്ന് പറയണത് അങ്ങനെയല്ല, സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. കാര്യം ക്രിസ്തു ഉണ്ടെങ്കിൽ അത്ഭുതങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കും, എല്ലാ ദിവസവും. തന്നെയല്ല, ഇനി വിഷമം വെച്ചാൽ ഇപ്പോൾ എൻ്റെയൊക്കെ ലൈഫ് ഞാൻ എപ്പോഴും നോക്കും. എൻ്റെ ലൈഫ് എപ്പോഴും ഞാൻ നോക്കുമ്പോഴേ എനിക്ക് തോന്നിയിരിക്കുന്നത് ക്രമീകരണങ്ങൾ വരും. ക്രമീകരണങ്ങൾ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു ഫിനോമിനുണ്ട് ബൈ ആധ്യാത്മിക ജീവിതത്തിലെ. വെച്ചാൽ നമുക്കിപ്പോൾ AI എന്നൊക്കെ പറഞ്ഞിപ്പോൾ എന്താണ് ഓട്ടോമാറ്റിക് ലാൻഡിങ് എന്നൊക്കെ പറയത്തില്ലേ, പ്രോഗ്രാംഡ്. ഇപ്പോൾ വിമാനം ഒരു 5 മിനിറ്റ് ലാൻഡ് ചെയ്യണം. 5 മിനിറ്റ് മുമ്പ് തന്നെ അവർ പറയും ഇത് പൈലറ്റ് ഫ്രീ ആയിട്ട് ഓട്ടോമാറ്റിക് ലാൻഡ് ചെയ്യാൻ പോകണമെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനം സ്വയം റൺവേയിലേക്ക് ഇറങ്ങും. അത് പ്രോഗ്രാം ചെയ്ത് ആ റൺവേ ഉൾപ്പെടെ ദൂരം ഉൾപ്പെടെ ഇറങ്ങേണ്ട സമയം ഉൾപ്പെടെ എല്ലാം AIയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രോഗ്രാമിങ് വരും. ഇന്ന സമയത്ത് നമ്മൾ എവിടെ പോകണം, എവിടെ പോകരുത്, എവിടെ പോകണം. അതായത് നമ്മൾ ദൈവത്തിലായിക്കഴിഞ്ഞാൽ പോകേണ്ട സമയവും പോകേണ്ടാത്ത സ്ഥലവും പറയും. അതായത് ദൈവകൃപയിലുള്ളവർ പോകേണ്ടാത്ത സ്ഥലമുണ്ട്. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരിക്കും, പക്ഷേ ദൈവത്തിന് അത് ഇഷ്ടം ഉണ്ടാകത്തില്ല. അതാ വിഷയം. കുഴപ്പമില്ലായിരിക്കും. ചിലപ്പോൾ നിൻ്റെ കൂടെ വന്നിരിക്കുന്ന പാർട്ടി ചിലപ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളെന്ന് നിർബന്ധം ലോകാരൂപിയുള്ള ആളായിരിക്കും. അവർക്ക് ദൈവത്തെക്കാൾ വേറെ ഇൻട്രസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തിയുമായിട്ട് സഹകരിക്കാൻ ചിലപ്പോൾ ദൈവത്തിന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ ഷോട്ട് കട്ട് ചെയ്ത്. ഇപ്പോൾ എൻ്റെ എത്രയോ പ്രോഗ്രാം കട്ടാക്കി കളഞ്ഞ് കഴിച്ച് കയ്യൊക്കെ കയറി വെറുതെ ആവശ്യമില്ല, കൈ കയറി പഴുത്ത് ഒരു കാര്യമില്ല. അപ്പോൾ ആ പ്രോഗ്രാം എല്ലാം കട്ടായി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയപ്പോൾ മനസ്സിലായി ആ പ്രോഗ്രാം ദൈവത്തിൻ്റെ പ്രോഗ്രാമിനില്ല. അത് എന്നെ സമ്മർദ്ദത്തിലാക്കി എന്നെ വിളിച്ചുകൊണ്ട് പോയ ആൾക്കാർ ഉണ്ടാക്കിയ പ്രോഗ്രാമാണത്. കട്ടായിപ്പോയി. നീ പോകേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി പറയുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നീ പോകേണ്ടാത്ത വഴിയും പറയും. അപ്പോൾ നമ്മൾ സേഫാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നമ്മുടെ സമയം ദൈവത്തിൻ്റെതാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാവണം. ഇപ്പം നിങ്ങൾക്ക് വന്നിരിക്കുന്ന കുഴപ്പം, നിങ്ങളുടെ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി മാത്രം ഉള്ളതാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു സ്റ്റഫിനെ കൊണ്ടുനടക്കേണ്ട കാര്യം ദൈവത്തിനില്ല. അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യൻ എന്ത് ചെയ്യണം? നിൻ്റെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ സമയം സമർപ്പിക്കണം. അതാണ് സമയം സമർപ്പിച്ചാൽ എല്ലാം സമർപ്പിച്ച്. നാദാ സമർപ്പിക്കണം എന്ന് പറഞ്ഞാൽ പാടുപാടിയുടെ കാര്യമില്ല. ആദ്യം നീ സമർപ്പിക്കേണ്ടത് നിൻ്റെ സമയമാണ്. സമയം ഒരു മനുഷ്യൻ സമർപ്പിച്ചാൽ അത് ടോട്ടൽ സമർപ്പിച്ചതിന് തുല്യമാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ ജീവിത സമയം നിനക്ക് സമർപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ സമർപ്പണത്തിലേക്ക് എന്നെ വിളിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണമേ. ഹല്ലേലൂയ.